സിയോൻ യാത്രയതിൽ മനമേ ഭയമൊന്നും വേണ്ടിനിയും. അബ്രഹാമൻ ദൈവം, ഇസഹാക്കിൻ ദൈവം, യാക്കോബിൻ ദൈവം കൂടെയുള്ളതിനാൽ. 1985 ഈ ഗാനം ഞാൻ രചിക്കുന്നത്. ഞാൻ പറഞ്ഞുവല്ലോ, എനിക്ക് ഗവൺമെൻറ് സർവീസിലേക്ക് ജോലി കിട്ടി. അങ്ങനെ തൃശ്ശൂർ ജില്ലയിൽ നിന്നും പത്തനംതിട്ട ജില്ലയിലേക്ക് എനിക്ക് ട്രാൻസ്ഫർ ലഭിച്ച് ഞാൻ സ്പെഷ്യൽ വില്ലേജ് ഓഫീസറായിട്ട് ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ, ഞാൻ വർക്ക് ചെയ്യുന്ന റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റിലാണ്. ഒത്തിരി അഴിമതികളുള്ള ഓഫീസാണ്. ഞാൻ അഴിമതിക്ക് കൂട്ട് നിന്നില്ല എന്ന കാരണത്താൽ എൻ്റെ ഓഫീസിൽ എന്നെ ഒറ്റപ്പെടുത്തി. 2 ആഴ്ചയോളം എൻ്റെ സഹപ്രവർത്തകർ എന്നോട് മിണ്ടാതിരുന്നു. കാരണം കൈക്കൂലി വാങ്ങിച്ചെന്നില്ല, വാങ്ങിക്കാതിരുന്നില്ല. വാങ്ങിക്കുന്നതാണ് അവർക്കെല്ലാവർക്കും ഇഷ്ടം. അങ്ങനെ ഒരു ചിന്താഗതി എല്ലാവർക്കുമുണ്ട്. അത് വാങ്ങിക്കാതിരുന്നെ ഒറ്റപ്പെടുത്തി. എനിക്ക് മാനസികമായിട്ട് അല്പം ക്ലേശമുണ്ടായി ആ സമയത്ത്. പിന്നെ എന്നെ കളിയാക്കാൻ തുടങ്ങി. ഞാൻ ഓഫീസിൽ വരുമ്പോൾ സ്തോത്രം, ഹല്ലേലൂയൊക്കെ പറഞ്ഞ് എന്നെ കളിയാക്കാറുണ്ടായിരുന്നു. സ്തോത്രം. അവർ പറയുന്നത് 21-ാം നൂറ്റാണ്ടിന് ജീവിക്കാൻ പറ്റിയ ആളല്ല ഞാൻ എന്നാണ്. നിങ്ങൾക്ക് പണം ആവശ്യമില്ലെങ്കിൽ നിങ്ങൾ വാങ്ങാതിരുന്നാൽ പോരെ, ഞങ്ങൾ ആ ജോലി ചെയ്യുമായിരുന്നല്ലോ, എന്തിനാ ജോലി ഏറ്റെടുത്ത്, ഇതായിരുന്നു എന്താ. അങ്ങനെ എനിക്ക് മാനസികമായ ക്ലേശവും ഓഫീസിലെ എന്നെ ഒറ്റപ്പെടുത്തിയ അവസരങ്ങളും എൻ്റെ മനസ്സിന് വളരെ ക്ലേശമുണ്ടാക്കി. ആ സമയത്താണ് ഞാൻ ഈ ഗാനം രചിക്കുന്നത്. ലോകത്തിൻ്റെ ദൃഷ്ടിയിൽ ഞാൻ ഭോഷനായി തോന്നിയപ്പോൾ ദൈവത്തിൻ്റെ ദൃഷ്ടിയിൽ ദൈവം എന്നെ ശ്രേഷ്ഠനായി എണ്ണുന്നതായിട്ട് എൻ്റെ ജീവിതത്തിൽ എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചു. ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടേണ്ട, എല്ലാറ്റിനും പ്രാർത്ഥനയാലും അപേക്ഷയാലും സ്തോത്രത്തോടെ അറിയിക്കുക എത്രേ വേണ്ടെന്നുള്ള ദൈവവചനം എന്നെ ധൈര്യപ്പെടുത്തി. അങ്ങനെ എനിക്ക് എൻ്റെ ജോലിയിലും ബാക്കിയുള്ള സമയങ്ങളിൽ കർത്താവിൻ്റെ മഹത്വമുള്ള ശുശ്രൂഷ ചെയ്യുവാനും എനിക്ക് അവസരം ലഭിച്ചോർത്ത് ദൈവത്തിന് സ്തോത്രം. ഈ ഗാനങ്ങൾ അനേക പ്രിയപ്പെട്ടവരേറ്റ് പാടുന്നതായിട്ട് കാണാൻ സാധിച്ചു. ഇൻ്റർനെറ്റിൽ സിയോൻ യാത്രയിൽ ടൈപ്പ് ചെയ്താൽ ധാരാളം പോസ്റ്റിങ്സുകൾ അതിൽ കാണാൻ സാധിക്കും. എൻ്റെ വീട്ടിൽ ആന്ധ്രയിൽ നിന്ന് വെള്ളപ്പൊക്കമുണ്ടായപ്പോൾ ഒരു പിതാവും മകളുമായിട്ട് ഹാർമോണിയം വായിച്ചുകൊണ്ട് എൻ്റെ വീട്ടിൽ വന്ന് സംഭാവന സ്വീകരിക്കാൻ വന്നപ്പോൾ ഈ പാട്ടാണ് പാടിയത്. വളരെ മനോഹരമായിട്ടത് പാടുകയുണ്ടായി. ഒരു തവണ ഞാൻ ഹൈറേഞ്ചിൽ നിന്ന് യാത്ര ചെയ്ത് ചെങ്ങന്നൂരോട്ടേക്ക് വരുമ്പോൾ, അന്ന് ഹൈറേഞ്ചിലെ വഴികളൊക്കെ വളരെ വളവുള്ളതും യാത്ര ചെയ്യുമ്പോൾ ഭയാനകമായി തോന്നുന്ന വഴികളാണ്. ഒരു കൊച്ചുകുട്ടി എൻ്റെ അടുത്ത് വന്ന് ധനാഭ്യർത്ഥനയ്ക്ക് വേണ്ടി പാട്ടുപാടി ബസ്സിലെല്ലാം പണം ചോദിക്കുന്ന ഒരു കൊച്ചുകുട്ടി എൻ്റെ അടുത്ത് വന്ന് സിയോൻ യാത്രയതിൽ മനമേ ഭയമൊന്നും വേണ്ടിയിരുന്ന പാട്ട് മനോഹരമായിട്ട് പാടുന്നതായിട്ട് എനിക്ക് അനുഭവം ഉണ്ടായിട്ടുണ്ട്. ദൈവത്തിന് സ്തോത്രം. അബ്രഹാമിൻ്റെയും ഇസഹാക്കിൻ്റെയും യാക്കോബിൻ്റെയും ദൈവം ഭയപ്പെട്ട അവസരങ്ങൾ ദൈവം വന്ന് പറഞ്ഞു, അബ്രഹാമേ നീ ഭയപ്പെടേണ്ട, ഞാൻ നിൻ്റെ പ്രതിഫലവും അതിമഹത്തായ പ്രതിഫലവുമാകുന്നു. ഇസഹാക്കിനോടും ദൈവം പറയുന്നു നീ ഭയപ്പെടേണ്ട. യാക്കോബിനോടും പറയുന്നു നീ ഭയപ്പെടേണ്ട. ഇവരോടെല്ലാം ഭയപ്പെടേണ്ട എന്ന് പറഞ്ഞ ദൈവമാണ് നമ്മളുടെ ദൈവം. ആ ദൈവം ഇന്നും ജീവിക്കുന്നു. അവൻ നമ്മോട് പറയുന്നു ഒന്നിലും ഭയപ്പെടരുത്. സ്തോത്രം. ജീവിതത്തിൽ ഭയത്തിൻ്റെ അനുഭവങ്ങളുണ്ടാകുന്ന, നിരാശയുടെ അനുഭവങ്ങളുണ്ടാകുന്ന, ദുരിതങ്ങളുടെ അനുഭവം ഉണ്ടാകുന്ന, പ്രതീക്ഷകളെ അറ്റുപോകുന്ന അനവധി കാര്യങ്ങളുണ്ടാകും. എന്നാൽ ഇതിലൊന്നും ഭയമില്ലാതെ മുൻപോട്ട് നീങ്ങാനാണ് ദൈവം നമ്മോട് പറഞ്ഞിരിക്കുന്നത്. ഭയപ്പെടേണ്ടെന്ന വാക്ക് ബൈബിളിൽ 365 പ്രാവശ്യം ഉണ്ടെന്നാണ് പറയപ്പെടുന്നത്. നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും ഭയമില്ലാതെ അബ്രഹാമിനെ കരുതിയ ദൈവം, ഇസഹാക്കിനെ സൂക്ഷിച്ച ദൈവം, യാക്കോബിൻ്റെ പ്രാർത്ഥന കേട്ട ദൈവം നമ്മോട് കൂടെയുണ്ട്. ഈ ഗാനത്തിൻ്റെ അർത്ഥം അതുതന്നെയാണ്. ആ ഗാനം നമ്മെ ധൈര്യപ്പെടുത്തുന്നതും ഇതുതന്നെയാണ്. അനേക ഭാഷകളിൽ ഇത് പാടുവാൻ എനിക്കും സാധിച്ചു. മലയാളം കൂടാതെ തമിഴ്, തെലുങ്ക്, ഹിന്ദി തുടങ്ങിയ ലാംഗ്വേജുകളിൽ ഇത് പാടുവാനൊക്കെയും എനിക്കും സാധിച്ചിട്ടുണ്ട്. ദൈവത്തിന് മഹത്വം. യാത്രയതിൽ മനമേ ഭയമൊന്നും വേണ്ടി നീ. സിയോൻ
യാത്രയതിൽ മനമേ ഭയമൊന്നും വേണ്ടിനിയും. അബ്രഹാമിൻ ദൈവം, ഇസഹാക്കിൻ ദൈവം, യാക്കോബിൻ ദൈവമെന്നും കൂടെയുള്ളതാൽ. അബ്രഹാമിൻ ദൈവം, ഇസഹാക്കിൻ ദൈവം, യാക്കോബിൻ ദൈവമെന്നും കൂടെയുള്ളതാൽ. സീയോൻ യാത്രയതിൽ മനമേ ഭയമൊന്നും വേണ്ടിനിയും. സീയോൻ യാത്രയതിൽ മനമേ ഭയമൊന്നും വേണ്ടിനിയും. ദൃഷ്ടിയിൽ ഞാൻ ഒരു ഭോഷനായി തോന്നിയാലും ദൈവത്തിൻ ദൃഷ്ടിയിൽ ഞാൻ എന്നും ശ്രേഷ്ഠനായി മാറിടുന്നു. ലോകത്തിൻ ദൃഷ്ടിയിൽ ഞാൻ ഒരു ഭോഷനായി തോന്നിയാലും ദൈവത്തിൻ ദൃഷ്ടിയിൽ ഞാൻ എന്നും ശ്രേഷ്ഠനായി മാറിടുന്നു. അബ്രഹാമിൻ ദൈവം, ഇസഹാക്കിൻ ദൈവം, യാക്കോബിൻ ദൈവമെന്നും കൂടെയുള്ളതാൽ. അബ്രഹാമിൻ ദൈവം, ഇസഹാക്കിൻ ദൈവം, യാക്കോബിൻ ദൈവമെന്നും കൂടെയുള്ളതാൽ. സീയോൻ യാത്രയതിൽ മനമേ ഭയമൊന്നും വേണ്ടിനിയും. സീയോൻ യാത്രയതിൽ മനമേ ഭയമൊന്നും വേണ്ടിനിയും. ഒന്നിനെ കുറിച്ചിനിയും എനിക്കാകുല ചിന്തയില്ല. ജീവമല്ലാതന്നവൻ എന്നെ ക്ഷേമമായി പാലിക്കുന്നു. ഒന്നിനെ കുറിച്ചിനിയും എനിക്കാകുല ചിന്തയില്ല. ജീവമല്ലാതന്നവൻ എന്നെ ക്ഷേമമായി പാലിക്കുന്നു. അബ്രഹാമിൻ ദൈവം, ഇസഹാക്കിൻ ദൈവം, യാക്കോബിൻ ദൈവമെന്നും കൂടെയുള്ളതാൽ. അബ്രഹാമിൻ ദൈവം, ഇസഹാക്കിൻ ദൈവം,